വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ കൃപയാൽ നമുക്കൊരു ദിവസം കൂടി ഈ നിലയിൽ നിങ്ങളോടുകൂടെ ദൈവത്തിൻ്റെ വചനം പങ്കുവയ്ക്കാൻ അവസരം തന്ന കർത്താവിന് വീണ്ടും എല്ലാ മഹത്വവും അർപ്പിക്കുന്നു. ഞാൻ ഇന്നലെ നിങ്ങളൊരു ചോദ്യത്തോടു കൂടി ആരംഭിച്ചത്, നമ്മൾ യഥാർത്ഥത്തിലുള്ളൊരു ക്രിസ്ത്യാനിയാണോ? അതായിരുന്നു ഇന്നലത്തെ ചിന്താവിഷയം. അപ്പോൾ ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല എന്ന് നമ്മൾ കാണുകയുണ്ടായി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത്, ഇന്ന് ഞാനൊരു ചോദ്യത്തോടു കൂടി ആരംഭിക്കുന്നത്, നിങ്ങൾ വീണ്ടും ജനിച്ചുവോ? വീണ്ടും ജനനത്തിൻ്റെ അനിവാര്യത നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. കാരണം ഇത് ഒരു ജനനമാണ്, വീണ്ടും ജനനം. നമ്മൾ ഈ ലോകത്തിൽ ജനിച്ചു, ഇതുപോലെ നമ്മൾ വീണ്ടും ജനിക്കണം. എന്താണ് ഈ വീണ്ടും ജനനം? അതിൻ്റെ ആവശ്യകത എന്താണ് എന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ ബോധവാന്മാരായിരിക്കണം. ഇവിടെ ഞാനൊരു കാര്യം പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ഇത് കർത്താവ് തന്നെ വളരെ ശക്തമായി ഉപദേശിച്ചൊരു കാര്യമാണ്. ഇത് വളരെ വിലപ്പെട്ടൊരു കാര്യമാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം, അത് 1 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കണമെങ്കിലും ഞാൻ അങ്ങോട്ട് അത്രയും പോകുന്നില്ല, സമയത്തിൻ്റെ കുറവ് കൊണ്ട്. എന്നാൽ അവിടെ നമുക്കറിയാം, അവിടെ കർത്താവ് അതിൻ്റെ 3-ാം അധ്യായം 3 മുതൽ 5 വരെ വായിക്കുമ്പോഴത്തേക്കും നിക്കോദമസ് എന്ന് പറയുന്ന ഒരു ഉപദേഷ്ടാവിനോട് പറയുമ്പോൾ കർത്താവ് പറയാണ്, യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. നിക്കോദമസ് അവനോട്, മനുഷ്യൻ വൃദ്ധനായ ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ചോദിച്ചു. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. അയ്യോ, ആർക്കും കഴിയില്ല. അപ്പോൾ ഒരു വ്യക്തിക്ക് ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ അവരെന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം. അപ്പോൾ ഇത് വളരെ ഗൗരവമായി എടുക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇന്നലെ ഓർപ്പിച്ചല്ലോ, അനേകരും ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു വളർന്നുകൊണ്ടും അവിടെയുള്ള ചില കാര്യക്രമങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് അവർക്ക് വീണ്ടും ജനിച്ചെന്ന് അവരെ അങ്ങോട്ട് ധരിപ്പിച്ചിരിക്കുക. നിങ്ങൾ ചെറുപ്പത്തിലെ മാമോദിസ മുങ്ങിയൊന്നുമില്ല, തളിച്ചല്ലേ ഉള്ളൂ. അങ്ങനെ ഒരു തളിയെക്കുറിച്ചൊന്നും വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. അപ്പം നമ്മൾ യഥാർത്ഥമായും ഞാൻ വീണ്ടും ജനിച്ചോ, ഇത് നമ്മൾ അറിയണം. അപ്പോൾ ഈ വീണ്ടും ജനനം നമുക്ക് സംഭവിക്കാത്തിടത്തോളം കാലം അവർക്ക് ദൈവരാജ്യത്തിലായിരിക്കാൻ കഴിയില്ല. ഈ ദൈവരാജ്യം എന്താണെന്നും ഈവൻ സ്വർഗരാജ്യം എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് പിന്നീട് ക്ലാസ്സിൽ പറയാം. ഇവിടുത്തെ നമ്മുടെ വിഷയം വീണ്ടും ജനനം എന്നുള്ള ആ ചെറിയ ഒരു പോയിന്റിൽ മാത്രം ഞാൻ നിങ്ങളോട് സംസാരിക്കുക. അപ്പോൾ വീണ്ടും ജനനം ഇവിടെ കർത്താവ് പറയുന്നത് ആരോടാ പറയുന്നത്? ഒരു ചെറിയ പുള്ളിയൊന്നുമല്ല, വളരെ ജ്ഞാനിയായ ഒരു മനുഷ്യനോടാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ താനൊരു പരീശനാണ്. നമ്മൾ അതിൻ്റെ 1-ാം വാക്യത്തിൽ, 3-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ, പരീശന്മാരുടെ കൂട്ടത്തിൽ യഹൂദന്മാരുടെ ഒരു പ്രമാണിയായി. അപ്പോൾ 1, താൻ ഒരു പരീശനാണ്, 2, താനൊരു പ്രമാണിയാണ്. പ്രമാണി എന്ന് പറഞ്ഞാൽ അവിടുത്തെ സന്നിധിയും സംഘത്തിലെ ഒരു അംഗമാണ്. അതിനെക്കുറിച്ച് നമ്മൾ യോഹന്നാൻ 7-ാം അധ്യായം അതിൻ്റെ 45 മുതൽ 51 വരെയുള്ള വാക്യം വായിക്കുമ്പോഴത്തേക്കും താൻ ആ സന്നിധി സംഘത്തിൽ എത്രമാത്രം സ്വാധീനമുള്ള ആളായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ആ ഭാഗം കൂടെ ഒന്ന് വായിക്കാം. സേവകർ മഹാപുരോഹിതന്മാരുടെയും പരീശന്മാരുടെയും അടുക്കൽ മടങ്ങി വന്നപ്പോൾ അവർ അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുവരാഞ്ഞത് എന്തെന്ന് ചോദിച്ചതിന്, ഈ മനുഷ്യൻ സംസാരിക്കുന്ന പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന് സേവകർ ഉത്തരം പറഞ്ഞു. പരീശന്മാർ അവരോട്, നിങ്ങളും തെറ്റിപ്പോയോ? പ്രമാണികളിൽ ആകട്ടെ പരീശന്മാരിൽ ആകട്ടെ ആരെങ്കിലും അവനിൽ വിശ്വസിച്ചിട്ടുണ്ടോ? ന്യായപ്രമാണം അറിയാത്ത പുരുഷാരമോ ശപിക്കപ്പെട്ടവരാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അവരിൽ ഒരുത്തനായ മുമ്പേ അവന്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദമോസ് അവരോട്, അവിടെ നിക്കോദമോസ് വന്ന് കണ്ടോ? ഒരു മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. അപ്പോൾ നിക്കോദമോസിന് അവിടെ പറയാൻ തക്കവണ്ണം പ്രാഗൽഭ്യമുള്ളൊരു വ്യക്തിയാണ്. അതായതിനകത്ത് വലിയ വിഷയം. അപ്പോൾ നിക്കോദമോസ് ആരായിരുന്നു? നിക്കോദമോസ് സന്നിധിയും സംഘത്തിലെ ഒരു അംഗമായിരുന്നു. കൂടാതെ അവനെക്കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവൻ വൃദ്ധനായിരുന്നു. കാരണം കർത്താവ് വീണ്ടും ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വൃദ്ധനായ എനിക്ക് ഇനിയും വീണ്ടും ജനിക്കണമെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ജനിക്കാമോ എന്നാണ് താൻ ചോദിക്കുന്നത്.
നമ്മൾ നോക്കണേ, ആത്മീയ വിഷയങ്ങൾ ദൈവാത്മാവ് മാത്രമാണ് നമുക്ക് വെളിപ്പെടുത്തരുന്നേ. അത് ഈ ലോകത്തിൻ്റെ ജ്ഞാനികൾക്കൊന്നും അത് മനസ്സിലാക്കാൻ കഴിയില്ല. അതിനൊരു തെളിവായത്. അപ്പോൾ മാത്രമല്ല, താൻ ആരായിരുന്നു? നമ്മൾ ആ 3-ാം അധ്യായത്തിലെ 10-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. യേശു അവനോട് ഉത്തരം പറഞ്ഞത്, നീ ഇസ്രായേലിന്റെ ഉപദേഷ്ടാവായിരുന്നിട്ടും ഇത് അറിയുന്നില്ലയോ എന്ന് പറഞ്ഞാൽ അവൻ ഒരു ഉപദേഷ്ടാവായിരുന്നു, ഒരു റബിയായിരുന്നു, ഒരു ഗുരുവായിരുന്നു. അപ്പോൾ ഈ എല്ലാ ഗുണങ്ങളും ഉണ്ടെങ്കിലും നിക്കോദെമോസ് ദൈവരാജ്യത്തിൽ പോകുമോ? ഇല്ല. അവനും വീണ്ടും ജനിക്കണം. അവനും വീണ്ടും ജനിച്ചെങ്കിൽ മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഏതൊരു വ്യക്തി, അവൻ എത്ര ജ്ഞാനിയാണെങ്കിലും അല്ല, അവൻ മത ആചാര്യനാണെങ്കിലും ആരാണെങ്കിലും എല്ലാവർക്കും ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ അവർ വീണ്ടും ജനിക്കണം എന്ന് കർത്താവ് ശക്തമായി പഠിപ്പിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ വീണ്ടും ജനനം? എന്താണ് നമ്മൾ കാണേണ്ടത്? ഇവിടെ കർത്താവ് അതിന്റെ 5-ാം വാക്യത്തിൽ പറഞ്ഞ എന്തുവാണ്? കർത്താവ് പറയുകയാണ്, അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയില്ല. ആർക്കും കഴിയില്ല. അതൊരു വിലപ്പെട്ട കാര്യമല്ലേ പ്രിയമുള്ളവരെ? അപ്പോൾ നമ്മൾ എന്നിട്ട് അതിന്റെ 6-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ പുതുതായി ജനിക്കണം എന്ന് ഞാൻ നിന്നോട് പറയുകയാൽ ആശ്ചര്യപ്പെടരുത്. നിങ്ങൾ പുതുതായി ജനിക്കണം. നിങ്ങൾ വീണ്ടും ജനിക്കണം. ഈ ജനനം അനിവാര്യമായൊരു കാര്യമാണ്. എല്ലാ വ്യക്തികൾക്കും അനിവാര്യമായൊരു കാര്യമാണ്. എന്നാൽ ഇവിടെ ഒരു പെട്ടെന്ന് ചിലർക്കുണ്ടാകുന്ന ഒരു ചിന്ത, എന്നോട് തന്നെ പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എപ്പോൾ എന്നാ പറഞ്ഞാലും സ്നാനപ്പെടണം എന്നാണ് പറയണത്. ഇവിടെ സ്നാനത്തിന്റെ കാര്യമേ പറഞ്ഞിട്ടില്ല. ഈ വെള്ളം എന്ന് കേൾക്കുമ്പോഴേ ചിലർ എടുത്ത് ചാടി അതിനെ സ്നാനമായിട്ട് വ്യാഖ്യാനിക്കും. പ്രിയമുള്ളവരെ, ഇത് സ്നാനത്തെക്കുറിച്ചല്ല കേട്ടോ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ സ്നാനം ആർക്കാണ്? സ്നാനം വീണ്ടും ജനിച്ചവർക്കാ, അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവർക്കാ. അതൊക്കെ നമുക്ക് പിന്നീട് വേറൊരു ക്ലാസ്സിൽ നമ്മൾ പറയാം. എന്നാൽ ഒരു കാര്യം ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, വളരെ ലളിതമായി മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ഒരുപാട് പേര് സ്നാനപ്പെട്ട് പക്ഷെ അവർ വീണ്ടും ജനിച്ചില്ല. വീണ്ടും ജനിക്കാതെ രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടിട്ടുള്ള എന്തുമാത്രം പേരെന്നറിയാമോ ഈ തലമുറയിൽ? വളരെ ദുഃഖകരമാണ്. ഞാൻ ഒരുപാട് പേരെ അങ്ങനെയുള്ളവരെ ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ സന്ധിച്ചിട്ടുണ്ട്. അവർക്കൊരു വീണ്ടും ജനനാനുഭവമില്ല, എന്നാൽ അവർ സ്നാനപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനം കുലുങ്ങിയാൽ നീതിമാൻ എന്ത് ചെയ്യും? നമ്മുടെ നിലനിൽപ്പ് ഇല്ലാതെ പോകും. നമുക്ക് പ്രത്യാശയുള്ളൊരു ജീവിതം നയിക്കാൻ പറ്റിയല്ല. ദൈവരാജ്യത്തിൻ്റെ അനുഭവം അവർക്കും ഉണ്ടാകുകയില്ല. അതുകൊണ്ട് ഞാൻ ഇന്ന് ദൈവരാജ്യത്തിലാണോ? എവിടെയാ ദൈവരാജ്യം? ദൈവരാജ്യം വീണ്ടും ജനിച്ചവരുടെ മധ്യത്തിലാണ്. ആ ജനിച്ചവർ ദൈവരാജ്യത്തിലാണ്. അതും ഞാൻ അടുത്തൊരു ക്ലാസ്സിൽ നിങ്ങളോട് പറയാം. അതൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് എന്ത് ചെയ്യണം? വീണ്ടും ജനിക്കണം. അപ്പൊ വീണ്ടും ജനിക്കണം. എങ്ങനെയാ വീണ്ടും ജനിക്കുന്നത്? വെള്ളത്താലും ആത്മാവിനാലും. അപ്പൊ എന്താണ് ഇവിടെ ഈ വെള്ളമെന്നും ആത്മാവെന്നും പറയുന്നത് എന്നൊന്നും നമ്മൾ അറിയണ്ടേ? അത് നമ്മൾ അറിയണം. അപ്പം ഈ വെള്ളത്തിന്റെ അടിയിൽ ഇവിടെ നിക്കോദെമോസ് ഈ വിഷയങ്ങൾ അറിയേണ്ടവനായിരുന്നു. കാരണം നിക്കോദെമോസിന് നല്ലതുപോലെ വചനം അറിയാം. അപ്പോൾ യെഹെസ്കേൽ പ്രവചനം അതിന്റെ 36-ാം അധ്യായത്തില് ഈ വിഷയത്തെക്കുറിച്ച് ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ടും അത് മുന്നമേ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഭാഗം നിങ്ങളെ ഒന്ന് പെട്ടെന്ന് വായിച്ച് കേൾപ്പിക്കാം. അതിന് 25 മുതല ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഈ നിർമ്മല ജലം എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ദൈവവചനത്തെക്കുറിച്ചാണ്. ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് പറയാം. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ നിർമ്മലരായിത്തീരും, ഞാൻ നിങ്ങളുടെ സകല മലിനതയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം പാപത്താൽ നിറഞ്ഞതായതുകൊണ്ട്, പാപപങ്കുലിതമായതുകൊണ്ട് ആ ഹൃദയത്തിൽ ദൈവത്തിന് വസിക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ദൈവം എന്താ പറയുന്നത്? ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും. എന്നിട്ട് പറയാണ്, പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും. പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. അതേതാ? നമ്മുടെ ആത്മാവ്, മനുഷ്യാത്മാവ്. ഈ മനുഷ്യാത്മാവ് ഇന്ന് അതിക്രമങ്ങളാലും പാവങ്ങളാലും മരിച്ച അവസ്ഥയിലാണ്. ഈ ആത്മാവിനെ ദൈവം എന്ത് ചെയ്യും? ജീവിപ്പിക്കും. എന്നിട്ട് അടുത്ത് നോക്കണം കേട്ടോ. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. അപ്പൊ ഇന്ന് പാപഫലമായിട്ട് നമ്മുടെ ഹൃദയം എന്തായി? കല്ലായി മാറി. അവിടെ ദൈവം പറയാണ്, മാംസമയമായ ഒരു ഹൃദയം ഞാൻ നിങ്ങൾക്ക് തരും.
ആ ഹൃദയത്തിലെ ദൈവത്തിന്റെ വചനത്തിന് വസിക്കാൻ പറ്റും. ആ ഹൃദയത്തിലെ ദൈവത്തിന് എഴുതാൻ പറ്റും. അത് നമ്മൾ 2 കൊരിന്ത്യർ 3:3 വായിക്കുന്നുണ്ട്. ദൈവം ആ ഹൃദയമെന്ന മാംസപ്പലകയിലാണ് എഴുതുന്നത്. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടല്ലോ. ഞാൻ എല്ലാം കൂടെ എടുത്ത് വായിച്ച് നിങ്ങളെ വിഷമിപ്പിക്കുന്നില്ല. എങ്കിലും അറിയാൻ ആഗ്രഹമുള്ളവർ 2 കൊരിന്ത്യർ 3:3 വായിച്ചാൽ മതി. അപ്പോൾ എന്നിട്ട് പറയാണ്, ഞാൻ എൻ്റെ ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. കണ്ടോ? അപ്പോൾ നമ്മുടെ മനുഷ്യാത്മാവിനെ ജീവിപ്പിച്ചു, എന്നിട്ട് ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കും. എന്ന് പറഞ്ഞാൽ ആത്മാവിടെയാണ് വസിക്കുന്നത്, നമ്മുടെ ആത്മാവിൽ. ദൈവത്തിന്റെ ആത്മാവ് വസിക്കാനുള്ള ഇടമാണ് നമ്മുടെ ആത്മാവ്. അതിനെ ജീവിപ്പിച്ചു. എന്നിട്ട് ഈ ആത്മാവിലേക്ക് ദൈവം തന്റെ ആത്മാവിനെ പകരും, പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് പകരും. നോക്കണേ, നമ്മൾ ദൈവരാജ്യത്തിലാകുന്ന അനുഭവത്തിന്റെ ശ്രേഷ്ഠത, ആ റൂട്ടൊന്നും മനസ്സിലാക്കണം. പലർക്കും ഇതൊന്നും മനസ്സിലാകുന്നില്ല. നമ്മളത് ശരിക്കും മനസ്സിലാക്കണം. ആത്മാവ് കൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ നമ്മൾ ഗ്രഹിക്കണം. അപ്പോൾ നമ്മുടെ ആത്മാവിലേക്ക് 2 തിമോത്തി 4:22 വായിക്കുന്നുണ്ട്, നമ്മുടെ ആത്മാവിലാണ് ദൈവാത്മാവ് വസിക്കുന്നതെന്ന്. അതുകൊണ്ട് തന്നെ റോമർ 8:16 ആത്മാവ് നമ്മുടെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുന്നു, നാം ദൈവത്തിന്റെ മക്കളാവുന്നു. അപ്പോൾ നമ്മളുടെ ആത്മാവിലേക്കാണ് ദൈവത്തിന്റെ ആത്മാവ് പകരപ്പെടുന്നത്. എന്നിട്ട് പറയുകയാണ്, അതിന്റെ അവസാനം പറയുകയാണ്, നിങ്ങളെ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും, നിങ്ങൾ എൻ്റെ വിധികളെ പ്രമാണിച്ച് അനുഷ്ഠിക്കും. കണ്ടോ? ഇതാണ് വീണ്ടും ജനനത്തിലൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. നമ്മൾ ചിന്തിക്കുക, അപ്പൊ നമ്മളിങ്ങനെ വീണ്ടും ജനിച്ചു കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ വെള്ളത്താലും ആത്മാവിനാലും ഉള്ള വീണ്ടും ജനനം സംഭവിക്കുമ്പോൾ നമ്മളിൽ ദൈവത്തിന്റെ ആത്മാവ് വരും. അങ്ങനെയാണ് നമ്മൾ പിന്നെ ദൈവത്തിന്റെ വഴിയിൽ നടക്കുന്നത്. എന്നാൽ നിങ്ങൾക്ക് ഞാൻ ഒന്നുകൂടെ അത് ലളിതമാക്കാം. കാരണം ഈ വീണ്ടും ജന്മം വെള്ളത്താൽ എന്നുള്ള കാര്യമാണ് പലർക്കും സംശയം. ഈ വെള്ളം നമ്മളെ നിർമ്മലീകരിക്കുന്നു, ശുദ്ധീകരിക്കുന്നു. അതിനെക്കുറിച്ച് നമുക്ക് ഒരുപാട് വാക്യങ്ങളുണ്ട്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം ശമരിയ സ്ത്രീയായിട്ടുള്ള സംസാരത്തിൽ നിന്നോട് ചോദിക്കുന്നവൻ ആരെന്ന് നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവനുള്ള വെള്ളം തരുമായിരുന്നു. ജീവനുള്ള വെള്ളം. ആ ജീവനുള്ള വെള്ളം എന്തുവാ? ദൈവത്തിന്റെ വചനമാണ്. പിന്നെ യോഹന്നാൻ 7-ാം അധ്യായം 37 മുതൽ 39 വരെ വായിക്കുന്നത് എന്തുവാ? ദാഹിക്കുന്നതിന് എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. അപ്പോൾ ദൈവം അവിടെ കൊടുക്കുന്നത് എന്തുവാ? ദൈവത്തിന്റെ വചനം. ദൈവത്തിന്റെ വചനത്തിന്റെ സവിശേഷത യോഹന്നാൻ 15:3 കർത്താവ് പറഞ്ഞു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു. ഈ വചനത്തിന് നമ്മളെ ശുദ്ധീകരിക്കുവാൻ കഴിയും. അതേ കാര്യം പിതാവിനോടുള്ള പ്രാർത്ഥനയിലും കർത്താവ് പറയുന്നുണ്ടല്ലോ. യോഹന്നാൻ 17:17 സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യം തന്നെ. അപ്പം സത്യം, അപ്പൊ അതാണ് വചനത്താലുള്ള ശുദ്ധീകരണം. അപ്പൊ ഈ വചനം നമ്മൾ കേൾക്കുമ്പോൾ വചനത്താൽ ശുദ്ധീകരണവും ഒപ്പം തന്നെ ആത്മാപ്രാവണവും നടക്കുന്നു. ഈ 2 കാര്യം അവിടെ നടക്കുക വളരെ വിലപ്പെട്ട കാര്യമാണ്. ഞാൻ ഇതിനെ നിങ്ങൾക്ക് ലളിതമായി മനസ്സിലാക്കാനായിട്ട് ചില കാര്യങ്ങൾ പറയാം. അത് വളരെ ഗൗരവമായി കാണണേ. ഒന്ന്, പൗലോസ്ലീഹ കൊരിന്ത സഭയോട് പറയുന്നൊരു കാര്യമുണ്ട്. 1 കൊരിന്ത്യർ 4-ാം അധ്യായം 15-ാം വാക്യം. അവിടെ വായിക്കുന്നത്, ക്രിസ്തു യേശുവിൽ ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. അപ്പോൾ ആ കൊരിന്ത സഭയിലുള്ളവർ വീണ്ടും ജനിച്ചത് എങ്ങനെയാണ്? സുവിശേഷത്താൽ, അല്ലെങ്കിൽ ദൈവവചനത്താൽ. നിങ്ങൾക്ക് മനസ്സിലായോ? അത് ശരിക്കും മനസ്സിലാവുന്നുണ്ടോ? സുവിശേഷത്താലാണ് ഒരു വ്യക്തി വീണ്ടും ജനിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഏതെല്ലാം നിലയിലാണ് ജനങ്ങൾ വഞ്ചിക്കപ്പെടുന്നത്. പലപ്പോഴും ഞാൻ പലരുടെയും സാക്ഷ്യം കേട്ടിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ രോഗിയായിരുന്നു. ആ സമയത്ത് ഒരു ദൈവദാസൻ വന്ന് പ്രാർത്ഥിച്ചു, സൗഖ്യമായി. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും സ്നാനപ്പെട്ടു. ഞങ്ങളെല്ലാവരും ഇന്ന് കൂട്ടായ്മയ്ക്ക് പോകുന്നു. പക്ഷെ ഞാൻ അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ട്, അവരൊന്നും വിശ്വാസം നിലനിന്നിട്ടില്ല. കാരണം യഥാർത്ഥത്തിൽ അവരെല്ലാം വീണ്ടും ജന്മം നടന്നിട്ടില്ല. ഞാൻ ഈ കഴിഞ്ഞ നാളിൽ ഒരു പാസ്റ്ററുമായിട്ട് സംസാരിക്കുമ്പോൾ ഇവിടെ വീട്ടിൽ വന്നതാ. അദ്ദേഹത്തോട് വീണ്ടും ജനനത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ പുള്ളി സ്നാനത്തെ കുറിച്ചാണ് പറയുന്നത്. സ്നാനമല്ല വീണ്ടും ജനനം, വീണ്ടും ജനിച്ചവർക്ക് ആ സ്നാനം എന്നുള്ളത് പോലും പുള്ളി അറിയത്തില്ല. നോക്കണമേ, ഇങ്ങനെയുള്ളവരാലാണ് ഇന്ന് അനേകരും വഞ്ചിക്കപ്പെടുന്നത്. ദൈവവചനം പറയുന്ന ആ സത്യം, അതിനെ ശരിയായ നിലയിൽ നമ്മൾ മനസ്സിലാക്കി ശരിക്കും ആ വചനാനുസരണമുള്ള അനുഭവം എനിക്കുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ എല്ലാത്തിൻ്റെ അളവുകോല് ദൈവത്തിന്റെ വചനമാണ്. ഈ വചനം നമ്മൾ അറിയാതിരിക്കരുത്. നമ്മൾ വീണ്ടും യാക്കോബ്, കർത്താവിന്റെ അർത്ഥ സഹോദരനായ യാക്കോബ് ശ്രീയ പറയുന്നത്, യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ വായിക്കുന്നത്, സത്യത്തിന്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു.
കണ്ടോ, എങ്ങനെയാണ് നമുക്ക് വീണ്ടും ജന്മം ലഭിക്കുന്നത്? സത്യത്തിന്റെ വചനത്താൽ. അപ്പം പൗലോസ്ലീഹ പറഞ്ഞു വചനത്താലാണ് വീണ്ടും ജന്മം. യാക്കോബ് പറയുന്നു വചനത്താലാണ് വീണ്ടും ജന്മം. പ്രിയമുള്ളവരെ, ശിഷ്യന്മാരിൽ മുഖ്യനായ പത്രോസ് തന്റെ ലേഖനത്തിൽ പത്രോസ്ലീഹ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? വളരെ വളരെ ആരുടെയും സംശയം പൂർണ്ണമായും മാറ്റിത്തരുന്ന രീതിയിലാണ് പത്രോസ് പറയുന്നത്. 1 പത്രോസ് 1-ാം അധ്യായം 23-ാം വാക്യമാണ്. കെടുന്ന ബീജത്തിലല്ല, കെടാത്തതിനാൽ ജീവനുള്ളതും നിലനിൽക്കുന്നതുമായ ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. കണ്ടോ, ഇനിയൊരു സംശയത്തിന് വകുപ്പില്ല. ദൈവവചനത്താൽ തന്നെയാണ് വീണ്ടും ജന്മം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ ദൈവത്തിന്റെ വചനത്താൽ, ദൈവത്തിന്റെ വചനം കേട്ടിട്ട് ഞാൻ യഥാർത്ഥമായും വീണ്ടും ജനിച്ച വ്യക്തിയാണോ? ശരിക്കും വെള്ളത്താലും ആത്മാവിനാലും ഞാൻ വീണ്ടും ജനിച്ച വ്യക്തിയാണോ? ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഈ സത്യം നമ്മൾ ശരിയായി മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്കൊരു നിലനിൽപ്പുണ്ടായില്ല. ഇന്ന് അനേകരും ആ വീണ്ടും ജന്മത്തെക്കുറിച്ചൊരു ശരിയായ ഗ്രാഹ്യമുള്ളവരല്ല. അവർക്ക് ആ വീണ്ടും ജന്മ അനുഭവമില്ല. ഞാൻ അനേക വിശുദ്ധന്മാരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർക്ക് ശരിക്കും വീണ്ടും ജന്മം എന്താണെന്ന് അറിഞ്ഞുകൂടാ. അവർക്കൊരു കാര്യം അറിയാം, ഞങ്ങൾ സ്നാനപ്പെട്ടതാ, പക്ഷേ വീണ്ടും ജനിച്ചോ എന്നറിയത്തില്ല. എത്ര ദുഃഖകരമാണ്. ദൈവമക്കളെ, നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിക്കണേ. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് വിലയിരുത്തണമേ. ഞാൻ ഇത് അല്പമായിട്ടാണ് നിങ്ങളോട് പറയുന്നത്. എന്നാൽ ഇവിടെ ഇന്ന് നമ്മൾ ചിന്തിച്ച ഒരേ ഒരു കാര്യം, ഇന്നലെ നമ്മൾ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ, അതേ ആത്മാവിനുള്ള ബന്ധത്തിലാണ് വീണ്ടും ജനനം. അപ്പം ഈ വീണ്ടും ജനനം ദൈവത്തിന്റെ വചനത്താലാകുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഒന്ന് അല്പമായിട്ട് നിങ്ങളോട് പറയുന്നത് മാത്രമേ ഉള്ളൂ. ഞാൻ അടുത്ത വ്യാഴാഴ്ചത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് എങ്ങനെയാണ് നാം വീണ്ടും ജനിക്കുന്നത് അത് നമ്മൾ പഠിക്കണമല്ലോ. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണമല്ലോ. ശരിക്കും ഞാൻ വീണ്ടും ജനിച്ചത് എങ്ങനെയാണ്? അപ്പൊ ഇവിടെ ഞാൻ നിങ്ങളോട് ഇപ്പൊ പറഞ്ഞത് വീണ്ടും ജനിച്ചോ, ആ വീണ്ടും ജനനത്തിന്റെ ആ രീതി അല്ലെങ്കിൽ അതെങ്ങനെയാണ് എന്നുള്ള രീതിയിലായിരുന്നു. എന്നാൽ അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ എങ്ങനെയാണ് അത് അനുഭവമാക്കുന്നത്, സ്വയത്തമാക്കുന്നുള്ള വിഷയം അടുത്ത വ്യാഴാഴ്ചത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് അല്പം കൂടെ വിശദമായിട്ട് പറഞ്ഞുതരാം. കർത്താവ് ഈ കാര്യങ്ങളെ ശരിയായ നിലയിൽ ഗ്രഹിക്കുവാൻ, കാരണം ഇതെല്ലാം ഈ ബന്ധപ്പാടുകളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഞാൻ ഇപ്പോൾ ഇത് സംസാരിക്കുന്നത് മഹാരാഷ്ട്രയിൽ ബോംബെക്ക് അടുത്ത് ഏകദേശം ഒരു 185 കിലോമീറ്റർ ദൂരെ ബോംബെയിൽ നിന്നും നാസിക് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ്. അപ്പോൾ എനിക്ക് കേരളത്തിലുള്ള ജനങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ എനിക്ക് അവസരം ലഭിച്ചപ്പോഴൊക്കെ ധാരാളം പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ വളരെ നാളുകളായിട്ട് വരാറില്ല. എന്നാൽ അനേകരും ഈ കാര്യത്തെക്കുറിച്ച് അല്പമായിട്ട് സംസാരിക്കണം എന്ന് പലരായിട്ട് എന്നോട് പറഞ്ഞതുകൊണ്ട് വളരെ ഒരു ആത്മഭാരം ഉണ്ടായതുകൊണ്ടും ഞാനിത് പറയുക. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളിത് വളരെ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നിശ്ചയമായിട്ടും എന്നോട് ചോദിക്കണം. ഞാനത് നിങ്ങൾക്ക് ഒന്നുകൂടെ വ്യക്തമാക്കി തരാം. അടുത്ത ക്ലാസ്സുകൾ നിങ്ങൾ തുടർമാനമായിട്ട് കേൾക്കുക, മറ്റുള്ളവരെയും പ്രോത്സാഹിപ്പിക്കുക. ഇത് കണ്ടിന്യൂസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് വരുന്ന ഈ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും, നിങ്ങൾക്കത് കണ്ടിന്യൂസ് കേൾക്കാം. ഇത് കൂടാതെ എൻ്റെ തന്നെ നിങ്ങൾക്ക് ഹിന്ദി അറിയാവുന്നവരുണ്ടെങ്കിൽ ഹിന്ദിയിലും മറാഠിയിലുമായിട്ട് ആഴ്ചയിൽ 6 സന്ദേശങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പോൾ ഏകദേശം 1200 പരം സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഹിന്ദിയിലും മറാഠിയിലും അതിനകത്ത് കേൾക്കാൻ കഴിയും. അപ്പോൾ ഹിന്ദി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, മറാഠി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. കേരളീയരായിട്ടുള്ള എല്ലാവർക്കും മിക്കവാറും ഒക്കെ കുറച്ചൊക്കെ ഹിന്ദി അറിയാം. അപ്പോൾ നിങ്ങൾക്ക് ഹിന്ദി ഭാഷയിൽ കൂടുതൽ വളരാനും കഴിയും. അതിനൊക്കെ സഹായിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.